നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാ ശരി മോളെ, ഇറങ്ങട്ടെ. ശരി. ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആമയും കുഞ്ഞിനെ സഹായിക്കുന്ന കാര്യം അമ്മാവനെ അമ്പിളിയൊക്കെ മറച്ചു വെച്ചു. അതിന് പ്രാശ്ചിത്തമായി ഞാൻ ഇനി മുതൽ ആമയും കുഞ്ഞിനെ കാണാതിരുന്നോളാം. അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ദാസങ്ങൾ ചെയ്തു കൊടുത്തോളൂ. ഞാനിനി ഒന്നിനുമില്ല. നന്നായി രഘുവേട്ടാ. നമ്മളൊരാളെ സഹായിക്കുന്നത് മനസ്സിന്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയല്ലേ? പക്ഷേ നമുക്ക് പ്രിയപ്പെട്ട ചിലരെ അത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സംതൃപ്തിയാ? നമുക്ക് നമ്മുടെ കുടുംബം കഴിഞ്ഞിട്ട് മതി രഘുവേട്ട വേറെന്തും. അവരെ ഹോം സ്റ്റേയിൽ കൊണ്ടുവിട്ട ശേഷം അച്ഛനെ അമ്പിളി ചേച്ചി രഘുവേട്ടൻ കണ്ടോ? ഇല്ല, ഞാൻ നേരെ ഇങ്ങോട്ടാ വരുന്നേ. ചിരു, അവരോട് നിങ്ങളൊന്ന് സംസാരിക്കണം, പ്രത്യേകിച്ച് അമ്പിളിയോട്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ചിന്തിക്കില്ലേ രഘുവേട്ട. ഈ കാര്യങ്ങളൊക്കെ രഘുവേട്ടൻ തന്നെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവൂ. അല്ലാതെ ഞങ്ങൾക്ക് എന്തറിയാം? രഘുവേട്ട, ഞങ്ങളിപ്പോ സംസാരിക്കാൻ പോയാ അത് രഘുവേട്ടനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന പോലെ തോന്നും. രഘുവേട്ടൻ മനസ്സ് തുറന്ന് സംസാരിച്ച അച്ഛനത് ഉറപ്പായിട്ടും മനസ്സിലാവും. അമ്മാവനോട് എനിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും, പക്ഷെ അമ്പിളിയെ എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ അവളെ എങ്ങനെ പ്രതികരിക്കാന്ന് എനിക്കറിയില്ല. ആദ്യം ചേച്ചി കുറച്ച് ചൂടാവുമായിരിക്കും. എന്നാലും രഘുവേട്ടന് ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്നോ ചേച്ചി അത് കേൾക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അതെ രഘുവേട്ട, ഇത് മൂന്നാമതൊരാള് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. രഘുവേട്ടന്റെ മനസ്സ് രഘുവേട്ടൻ തന്നെ ചേച്ചിയെ കൊണ്ട് വായിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ചേച്ചിക്ക് ഇനി രഘുവേട്ടനെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒക്കെ കഴിയൂന്ന എനിക്ക് തോന്നുന്നത്. അവൾക്കെന്നെ ശിക്ഷിക്കാനൊരു അവസരം കിട്ടിയിരിക്കുകയല്ലേ, അതവൾ ശരിക്കും ഉപയോഗപ്പെടുത്തും. അവൾക്കിതുവരെ തെളിവൊന്നും കിട്ടാത്തതിന്റെ ചുരുക്കായിരുന്നു. ഇപ്പൊ എല്ലായല്ലോ. ചേരി പറഞ്ഞ പോലെ എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വയം തരില്ല. ജീവിതകാലം മുഴുവൻ അവൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അതുറപ്പാ. രഘുവേട്ട, രഘുവേട്ടൻ അമ്പിളി ചേച്ചിയെ ഇങ്ങനെ ഒരു മുൻധാരണയോടെ ഒന്നും കാണണ്ട. രഘുവേട്ടൻ ചെയ്തതുപോലെ അമ്പിളി ചേച്ചിയാണ് ചെയ്തതെങ്കിൽ ചേച്ചിയെ രഘുവേട്ടൻ എങ്ങനെ കാണുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് രഘുവേട്ട. രഘുവേട്ടൻ അമ്പിളി ചേച്ചി പ്രകോപിപ്പിക്കാതെ നോക്കിയില്ലെങ്കിൽ ചേച്ചി എല്ലാ സത്യങ്ങളും അച്ഛനെ അറിയിക്കാൻ ഇടയുണ്ട്. എന്ത് സത്യങ്ങൾ? അമ്മാവനറിയാത്ത ഏത് സത്യങ്ങൾ ഇനിയുള്ളത്?
ആദിയുടെ സ്വർണം രഘുവേട്ടൻ കയ്യിൽ വെച്ചിരിക്കുകയാണെന്നുള്ള സത്യം. അത് രഘുവേട്ടൻ എടുത്തിട്ടില്ലെന്ന് നമ്മൾ എല്ലാവരും കൂടി അച്ഛനെ വിശ്വസിപ്പിച്ചിരിക്കുക. അത് പൊളിഞ്ഞ അച്ഛന്റെ മനസ്സായിരിക്കും തകരുക. ഇത്രയും കാലം സ്നേഹിച്ചും വിശ്വസിച്ചും വളർത്തിയ മക്കളും മരുമകനും അച്ഛനെ ചതിച്ചു എന്ന് അച്ഛനെ തോന്നിയ ആ മനസ്സിന് അതെങ്ങനെ താങ്ങാൻ പറ്റും രഘുവേട്ട? അപ്പൊ ഞാനിതുവരെ ചെയ്തതൊക്കെ വെറുതെ. എന്നെ മാത്രം ഒന്നും അറിയിക്കാതെ ബാക്കി മക്കളെയും മരുമക്കളെയും ഒക്കെ ചേർത്ത് വെച്ച് ചീരുവിനെയും കുഞ്ഞിനെയും പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ അച്ഛൻ ഒരുക്കി കഴിഞ്ഞു അല്ലേ? അത് അദ്ദേഹത്തിന്റെ കടമയല്ലേ വിനയ. ഇങ്ങനെയൊരു തീരുമാനം എടുത്തതിലൂടെ ചീരുവിന്റെ പ്രസവ ശുശ്രൂഷ ഭംഗിയായി നടക്കുമെന്ന് മാത്രമല്ല, എല്ലാ മക്കളെയും മരുമക്കളെയും പഞ്ചരത്നത്തിൽ എത്തിക്കാനും മാഷിന് പറ്റും. എല്ലാ മരുമക്കളെന്ന് പറയാൻ പറ്റുമോ മമ്മ? എന്നോട് ഇതുവരെ ഇതൊന്നും തുറന്നു പറയാത്ത സ്ഥിതിക്ക് ഞാനിപ്പോഴും അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്താണെന്ന് വേണ്ട കരുതാൻ. അതെങ്ങനെയാടാ? നിന്റെ കാര്യത്തിൽ ഒരു അകൽച്ചയും കാണിക്കാതെ മാഷ് ഞങ്ങളോട് സംസാരിച്ചത്. നിന്റെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷ നടത്തുന്ന കാര്യം മാഷിന് നിന്നോട് സംസാരിക്കാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന്റെ കടമയല്ലേ? കടമ. അതെ വിനയ, നീ ഹോസ്പിറ്റലിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ മാഷ് ഞങ്ങളോട് പറഞ്ഞു. അതിലൊക്കെ അദ്ദേഹത്തിന് നിന്നോട് നല്ല മതിപ്പുണ്ട്. ആ മതിപ്പും വിലയും നീയായിട്ട് കളയരുതെന്നാ ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്. എനിക്ക് മതിപ്പും വിലയൊക്കെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ വിചാരിച്ച കാര്യം നടക്കുമ്പോഴോ മാമ. ചീരുവിനെയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത്. അത് നടക്കില്ലെങ്കിൽ പിന്നെ എന്ത് മതിപ്പും വിലയും? നീ പണ്ടേ അതിമോഹിയ. ഇപ്പോഴും അതിനൊരു കുറവും വന്നിട്ടില്ല. എടാ, ചീരുവിനെയും കുഞ്ഞിനെയും 3 മാസങ്ങൾക്ക് ശേഷം അനന്തമാഷ് നിന്റെ കൂടെ അയക്കാൻ തയ്യാറാവോന്നാ നീ ഇപ്പൊ ആലോചിക്കേണ്ടത്. അതിന് അദ്ദേഹം തയ്യാറായ അത് നീ നിന്റെ ഭാഗ്യമായിട്ട് കരുതണം. അല്ലാതെ നാളെ തന്നെ ഭാര്യയും കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിച്ച അതൊന്നും നടക്കാൻ പോകുന്നില്ല. മാഷിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അദ്ദേഹം മക്കളുടെ കാര്യങ്ങള് മാനവും മര്യാദയായിട്ട് ചെയ്യും. നീ അതിന്റെ കൂടെ നിക്കാൻ നോക്ക്.